ലോകം ഇന്ന് മഴയുടെ പ്രയോജനങ്ങൾ അനേകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ എത്രയോ പ്രയോജനങ്ങളാണ് മഴയുടെ പ്രയോജനങ്ങളായി ഇന്നിന്റെ ലോകം. എല്ലാ കാലത്തും എല്ലാ ലോകവും എല്ലാ ചരാചരങ്ങളും എപ്പോഴും മഴയെ ഒരനുഭൂതിയായിട്ട് ആസ്വദിക്കുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുകയാണ്. വല്ലാത്ത പ്രയോജനമാണ് മഴ. അതിൽ ഒന്നാമത്തെ പ്രയോജനം പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖാഫിന്റെ 9 മുതൽ 11 വരെയുള്ള ആയത്തുകൾ പരിശോധിക്കുമ്പോൾ മഴ നമുക്ക് ലഭ്യമാക്കുന്ന പ്രയോജനങ്ങളെ കുറിച്ച് കൃത്യമായ എക്സ്പ്ലനേഷൻസ് നമുക്ക് കാണാം. ഫഅംബതിനാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ മഴയുണ്ടല്ലോ, ആ മഴയിലൂടെ തോട്ടങ്ങളെ, ധാന്യങ്ങളെ, ഉയരമുള്ള ഈത്തപ്പനകളെ എല്ലാം വളർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? തോട്ടങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? കൃഷിയിടങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? പാടങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അല്ലാഹുവിന്റെ ഖുർആന പറയുന്നത് ഫഅംബതിനാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്. ഫഅംബതിനാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്. ആ മഴയിലൂടെ തോട്ടങ്ങളെ, കൃഷിയിടങ്ങളെ, ധാന്യങ്ങളെ, വയലുകളെ, സസ്യങ്ങളെ, ഉയരമുള്ള ഈത്തപ്പനകളെ എല്ലാം വളർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഈ തോട്ടങ്ങളും ഈ വയലുകളും ഈ വൃക്ഷങ്ങളും ഈത്തപ്പഴങ്ങളും ഇതൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ്. സോയാബീൻ മനുഷ്യന് ഇഷ്ടമുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. ബ്രസീൽ ഇന്നിപ്പോ വേൾഡ് കപ്പിന്റെ ലോകമാണ്. ബ്രസീൽ എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് ആവേശം ഉണ്ടാവും. ഫുട്ബോളിന്റെ താരരാജാക്കന്മാരുടെ കാൽപന്ത് കളിയുടെ സാമ്രാജ്യമല്ല. അത് മാത്രമല്ല, ബ്രസീൽ ലോകത്തെ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന സോയാബീൻ എന്ന് പറയപ്പെടുന്ന മനുഷ്യന് ഇഷ്ടമുള്ള ഭക്ഷ്യപദാർത്ഥം സോയാബീൻ. കൃഷിയിടങ്ങൾ, കൃഷിത്തോട്ടങ്ങൾ, അത് ലോകത്തെ ഏറ്റവും ഉള്ള രാജ്യമായിട്ടാണ് ബ്രസീലിനെ അറിയപ്പെടാൻ നമുക്ക് പറ്റുന്നത്. നമുക്കിഷ്ടമുള്ള കരിമ്പിൻ തോട്ടങ്ങൾ, ആ കരിമ്പിൻ തോട്ടങ്ങൾ, എത്രയോ തോട്ടങ്ങളാണ് ബ്രസീലിൽ വളർന്നു വരുന്നത്. കോഫി നമുക്കിഷ്ടമുള്ള ഒരു പദാർത്ഥമാണ് അല്ലേ? ചായ ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം കോഫി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. ഇന്ത്യ രാജ്യത്തും കോഫി ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം. പക്ഷേ ലോകത്തെ ഏറ്റവും അധികം കോഫി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒന്നേ ഉള്ളൂ ഉത്തരം, അത് ബ്രസീലാണ്. ഇങ്ങനെ എത്രയെത്ര രാജ്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തോട്ടങ്ങളെ വളർത്തുകയാണ്. ഫഅംബതിനാ ബിഹി ജന്നാത്ത്. പരിശുദ്ധമായ ഖുർആൻ ആധികാരികമായിട്ട് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഗോതമ്പ് ചപ്പാത്തി. ഇന്നിപ്പോ കേരളക്കാർ ഏറ്റവും അധികം രാത്രികാലങ്ങളിൽ ഗോതമ്പ് ചപ്പാത്തി കഴിക്കാറുണ്ട്. എവിടെ നിന്നാണ് ഈ ഗോതമ്പ് ചപ്പാത്തി? ഗോതമ്പിന്റെ വിപണനം, അതിന്റെ ഉൽപാദനം, അതിന്റെ വലിയ കൃഷിത്തോട്ടങ്ങൾ. നമുക്കറിയാം, യൂറോപ്പിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉക്രൈനാണ്. ആ യൂറോപ്പിന്റെ ധാന്യപ്പുരയായ ഉക്രൈനാണ് ലോകത്തിലെ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപാദിപ്പിക്കപ്പെടുന്ന രാജ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉക്രൈനിന്റെ മണ്ണിൽ ഗോതമ്പ് തോട്ടങ്ങളെ ഉൽപാദക രാജ്യമായിട്ട് അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ നടപടിയാണ്. കാരണം ആ തോട്ടങ്ങളിലെ ചെടികളെ വളർത്തുന്നത് അല്ലാഹു ആണെന്ന് പറഞ്ഞു വെച്ചത് പരിശുദ്ധമായ ഖുർആനാണ്. ഇനിയും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ വായിച്ചു വരുമ്പോൾ ഈത്തപ്പനയെ പ്രത്യേകമായി ഫോക്കസ് ചെയ്ത് പറയുന്നു വിശുദ്ധ ഖുർആൻ. വന്നഖല ബാസിഖാത്തിൻ ലഹാ തൽഅൻ നദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉയരമുള്ള ഈത്തപ്പനകളെ വളർത്തുന്നത് നാമാണ്. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വലിയ ഭീമാകാരന്മാരായ ഈത്തപ്പനകൾ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രശസ്തമായ ഈത്തപ്പനത്തോട്ടം എവിടെയെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ട പുന്നാര റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയുടെ മണ്ണാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഉയരമുള്ള ഈത്തപ്പനകൾ വളർന്നു വരുന്ന പ്രദേശം. പിന്നെയും എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഈത്തപ്പനയെ വളർത്തുന്നു. ഈജിപ്തിന്റെ മണ്ണിൽ, അതുപോലെ തന്നെ ഇറാഖിന്റെ മണ്ണിൽ, ഇറാനിന്റെ മണ്ണിൽ, മൊറോക്കോയുടെ മണ്ണിൽ,
അൾജീരിയയുടെ മണ്ണിൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ ഇവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പനയെ വളർത്തിയിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വന്നഖല ബാസിഖാത്ത്. ബാസിഖാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉയരമുള്ള ഈത്തപ്പന മരങ്ങൾ. എന്തുകൊണ്ടാണ് ഈ മഴയും ഈത്തപ്പഴവും ഈത്തപ്പനയും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിക്കട്ടെ. ഈത്തപ്പന എന്ന് പറയുന്നത് അത് വളരുന്നത് മരുഭൂമി പ്രദേശങ്ങളിലാണ്. നമുക്കറിയാം ഈത്തപ്പനകൾക്ക് ഏറ്റവും അനുയോജ്യം ചൂടുള്ള കാലാവസ്ഥയുമാണ്. മഴക്കാലമല്ല, ചൂടുള്ള കാലാവസ്ഥയാണ്. ഒരുപാട് നാടുകൾ വെള്ളമില്ലാതെ അതിജീവിക്കാൻ കഴിയും ഈത്തപ്പനകൾക്ക്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വാസിഖാത്ത് എന്ന പ്രയോജനത്തിലൂടെ ലോകം കണ്ട ഏറ്റവും വലിയ ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പന തോട്ടങ്ങളിലെ വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ട് സംവിധാനിച്ചിട്ട് ആ ഈത്തപ്പന തോട്ടങ്ങളെ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ ഈത്തപ്പന ഉഷ്ണകാലങ്ങളിൽ ജീവിക്കുകയും മരുഭൂമി പ്രദേശങ്ങളിൽ അത് വളരുകയും ചൂടുള്ള കാലാവസ്ഥ ഈത്തപ്പനകൾക്ക് അനുയോജ്യമാക്കുകയും ഒരുപാട് നാടുകൾ വെള്ളമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യുമെങ്കിലും അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭ ജലമെങ്കിലും ഇല്ല എങ്കിൽ ഈത്തപ്പനകൾക്ക് ഒത്തിരി കാലം പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് മഴയെയും ഈത്തപ്പനയെയും കണക്ട് ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ആധികാരികമായിട്ട് ഈ വിഷയം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഇതൊക്കെ പറഞ്ഞത്? മഴയുമായി ബന്ധപ്പെടുത്തി തോട്ടങ്ങളിലൂടെ, സസ്യലതാദികളിലൂടെ, ഫലവൃക്ഷങ്ങളിലൂടെ ഈ ലോകത്തെ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒക്കെ ജീവിക്കുമ്പോ അത് മഴ അതിനൊരു കാരണമാകുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ മഴ? റിസ്ഖൻ ലിൽ ഇബാദ്, ഭൂമിയിലുള്ള അല്ലാഹുവിന്റെ അടിമകൾക്ക് ഭക്ഷണം ഒരുക്കുകയാണ് അല്ലാഹു മഴയിലൂടെ. അതുകൊണ്ടാണ് മഴയെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറയുന്നത്. ഓരോ മഴക്കാലവും നിർബാധം അനുഗ്രഹീതമായ വെള്ളം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോ ഓരോ മഴത്തുള്ളികളും രൂപപ്പെടുത്തുന്നത് ഇവിടെ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കുമുള്ള അന്നമാണ്. ഇത് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ. റിസ്ഖൻ ലിൽ ഇബാദ്, മനുഷ്യന് അന്നമായിട്ടാണ്, ഭക്ഷണമായിട്ടാണ്, ഭോജന വസ്തുവായിട്ടാണ് മഴയെ അല്ലാഹു സംവിധാനിച്ചതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ.